ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയർ അച്ഛ, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചൂട് മാറി എന്ന് വിചാരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഉയർത്തി വീശുന്നവരുടെ ചൂട് മാറും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചൂട് മാറിയോ? കുറഞ്ഞോ? യെസ്, മഴ പെയ്യട്ടെ. ഇന്നലെ ബീഹാറിൽ ഭയങ്കര മഴയായിരുന്നു. അച്ഛൻ പോരുമ്പോൾ ഇന്നിവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അതായത് പോരുന്ന വഴിക്ക് മരം മറിഞ്ഞു വീണിട്ട് 2 കിലോമീറ്റർ വഴി ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ആ പാട്ട് 33 പ്രാവശ്യം പാടാന്ന് പറഞ്ഞു. സർവാധിപനാം കർത്താവ് ഒരു പ്രാവശ്യം തന്നെ നമുക്ക് കട്ടിച്ച പാടത്ത്. അപ്പൊ ഞങ്ങൾ 9 പ്രാവശ്യം പാടിയപ്പോഴേക്കും സർവാധിപനാം കർത്താവ്, അതായത് വഴിയുടെ മേൽ മുമ്പിൽ 2 കിലോമീറ്റർ വലിയ ട്രക്കുകൾ കിടക്കാണ് ഹൈവേയിൽ. വലതുവശത്തേക്ക് കൂടി ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. ഇടതുവശത്ത് കുറച്ച് ഒരു ബൈക്കിന് പോകാനുള്ള സ്ഥലമുണ്ട്. അതിൽ കൂടെ ഇദ്ദേഹം ജീപ്പ് എടുത്തു. അതിൽ കൂടെ എടുത്ത് അവസാനം ദൈവത്തിന് സ്തുതി എത്തി. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു തടസ്സം അതായിരുന്നു. അടുത്ത തടസ്സം ഇവിടെ മട്ടന്നൂർ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടൻ വന്നിട്ട് എയർപോർട്ട്, അച്ഛൻ്റെ ബാഗ് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അത് ബാംഗ്ലൂർ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല, ഇന്ന് വൈകുന്നേരം പഞ്ചാബിന് പോകാനുള്ളതാണ്, ബാഗ് കിട്ടിയേ മതിയാവുമെന്ന് പറഞ്ഞു. വൈകുന്നേരത്തിന് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ബാഗ് ഉരുണ്ട് വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്നലെയും പേടിച്ചു, ഇന്നും പേടിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയങ്ങളെ എടുത്തു മാറ്റുന്ന, തടസ്സങ്ങളെ എടുത്തു മാറ്റുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഫ്ലൈറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ എയർപോർട്ടിൽ ആകെ ഒരു ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മുടെ മുൻപിൽ എന്തുണ്ടാകും? തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് പാട്ട് പാടണം? സർവാധിപനാം. എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളത് ആർക്കാണ്? കർത്താവിനാണ്. എല്ലാറ്റിൻ്റെയും മുമ്പിലുള്ള വാഹനങ്ങൾ, വഴിയിൽ മറിഞ്ഞു വീണ് കിടക്കുന്ന മരങ്ങൾ, ഇതിൻ്റെ ഒക്കെ മേൽ ആർക്ക് അധികാരമുണ്ട്? കർത്താവിന് അധികാരമുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു കാറ്റും മഴയുണ്ടായത് വെറുതെ അല്ല. എന്തുകൊണ്ടാണ്? ധ്യാനം കൂടിയിരുന്ന സിസ്റ്റേഴ്സ്, നല്ല ചൂടാണ്, 50 ഡിഗ്രി ചൂടല്ലേ. അപ്പൊ സിസ്റ്റേഴ്സ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ കാറ്റയക്കണമേ, കാറ്റും മഴയും അയക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. രാത്രി 3 മണിക്ക് കർത്താവ് കാറ്റും മഴയും അയച്ചു. നല്ല തണുപ്പായെന്ന് മാത്രമല്ല, കുറെ മരങ്ങൾ മറിഞ്ഞും വീണു. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? സൂക്ഷിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുകൂടെ പറയാം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പ്രഭാതത്തിലെ ആദ്യത്തെ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ നന്മയെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലമായ നന്മയെ കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. പ്രത്യേകിച്ച് തിരുവചനത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുകയും നന്മ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലമായ നന്മ എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നവോമി എന്ന് പറയുന്ന ഒരു അമ്മായിയമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ മക്കളെ അല്ലെങ്കിൽ മരുമകളെ സംരക്ഷിക്കുന്ന ഒരു അമ്മായിയമ്മ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്
പരിശുദ്ധാത്മാ അഭിഷേകം കരിക്കട്ടയായിരിക്കുന്ന അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ഇരുമ്പ് കഷണത്തെ എന്തുപോലെയാക്കും? തീക്കനല് പോലെയാക്കും. നമ്മൾ സെന്റ് ജോൺ ഓഫ് ദി ക്രോസ് പറയുന്ന ആ ഉദാഹരണം നമ്മൾ ധ്യാനിച്ചതാണ്. കറുത്തിരിക്കുന്ന അല്ലെങ്കിൽ അഴുക്ക് പറ്റിയിരിക്കുന്ന, നമുക്ക് കണ്ടാൽ തൊടാൻ പോലും തോന്നാത്ത ആ ഇരുമ്പ് കഷണം പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഇരുമ്പ് കഷണം എന്തായി മാറും? തീക്കട്ടയായി മാറും. സ്വർണം പോലെ അത് ജ്വലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്വർണം പോലെ ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? സ്വർണം പോലെ ജ്വലിക്കുന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്തത്? സ്വർണം പോലെ ജ്വലിക്കുന്ന വ്യക്തിത്വമായി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏത് തീ കത്തണം? പരിശുദ്ധാത്മാവാകുന്ന തീ കത്തണം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യെസ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ആ വിറക് കഷണം കത്തി തീയായി മാറണമെങ്കിൽ എന്ത് വേണം? ആ വിറക് കഷണം, വെള്ളം നനഞ്ഞു കിടക്കുന്ന വിറക് കഷണം, അതിലെ വെള്ളമെല്ലാം വറ്റി ഒരു കത്തിപ്പടരുന്ന, ഒരു കത്തുന്ന വിറകായി മാറണമെങ്കിൽ, തീയായി മാറണമെങ്കിൽ എന്തു വേണം? അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ പോരാ, അടുപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കണം. ഹല്ലേലൂയ. അല്ലേ? ചില ആളുകൾ അടുപ്പിന്റെ അടുത്ത് വന്നിരിക്കും, ഉള്ളിലേക്ക് കയറില്ല. അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണത്തിന്, എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ കൃത്യമായിട്ട് ഒറ്റ ആഴ്ചയും മുടങ്ങാതെ വരുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാവോ? അവിടെ ആ കുരിശിന്റെ മുമ്പിൽ ആ ചേട്ടൻ ഇങ്ങനെ നിൽക്കും, ഇല്ലേ? ഭിക്ഷക്കാരനായിട്ടുള്ള ചേട്ടൻ മുടങ്ങാറില്ല. നല്ല സത്യസന്ധമായിട്ട് ഹർത്താലാണെങ്കിലും ചേട്ടൻ ഓട്ടോറിക്ഷ വിളിച്ചു വരും. അച്ഛൻ നല്ല കാര്യമാണ്, സന്തോഷമാണ്. അച്ഛൻ ആദ്യം നോക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ടോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് എന്താണെന്നറിയാവോ? പക്ഷേ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ശുശ്രൂഷ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടോ? അതാണ്. അപ്പോൾ അടുപ്പിന് പുറത്തിരിക്കുന്ന വിറകല്ല, അടുപ്പിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന വിറകാണ് കത്തുപിടിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ അകത്തേക്ക് കയറാതെ പുറത്തിരിക്കുന്ന വിറക് പോലെയാകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. യെസ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ അഭിഷേകവും പുതിയ നിയമത്തിലെ അഭിഷേകവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞ് അച്ഛൻ അമ്മ ത്രേസ്യ ഈ അഭിഷേകത്തെ ഉണർത്താൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തല എന്ന് വിളിക്കപ്പെടുന്ന എലേന ഗൗറ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ ധ്യാനിച്ചതാണ്. ഒന്ന്, അവര് പറഞ്ഞു, പെന്തക്കോസ്താ തിരുനാൾ അവസാനിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ടില്ല, അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പെന്തക്കോസ്താ തിരുനാൾ. ഇനി ചില ആളുകൾ വിചാരിക്കും, അച്ഛാ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സിസ്റ്റർ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്താ തിരുനാളിന്റെ അന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, അഭിഷേകം പ്രാപിക്കണമെന്ന് വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, പെന്തക്കോസ്താ തിരുനാൾ അവസാനിച്ചിട്ടില്ല. തിരുനാൾ അവസാനിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നായിരുന്നു ചോദ്യം. പേടിക്കണ്ട, ഓരോ ദിവസവും നമുക്ക് പെന്തക്കോസ്താ തിരുനാളിന്റെ അഭിഷേകം നേടിയെടുക്കാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അത് ഇന്നും എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. രണ്ടാമതായി നമ്മൾ പറഞ്ഞു സെഹിയോൻ ഊട്ടിശാലയിലേക്ക് ഒരു മടക്കയാത്ര നടത്തണമെന്ന്. മൂന്നാമതായി എലേന ഗൗറ പറഞ്ഞത് സെഹിയോൻ ഊട്ടിശാലയിലേക്കുള്ള മടക്കയാത്ര എന്ന് പറഞ്ഞാൽ അത് അൾത്താരയിലേക്കുള്ള അനുദിന ദിവ്യ ബലിയിലേക്കുള്ള വചനവായനയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ഹല്ലേലൂയ. സഭയുടെ നവീകരണത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. നമുക്ക് ഈ മടക്കയാത്ര ചെയ്യണമെങ്കിൽ ഒരു ബോധ്യം വേണം, എനിക്ക് ഒരു നവീകരണം ആവശ്യമാണെന്നൊരു ബോധ്യം വേണം. നമുക്ക് ഏത് ബോധ്യമാണ് വേണ്ടത്? എനിക്ക് ഒരു നവീകരണം, എനിക്ക് ഒരു ആത്മീയമായ ശക്തിവൽക്കരണം, എംപവർമെന്റ്, ശാക്തീകരണം, ആത്മീയമായ ഒരു ശാക്തീകരണം എനിക്ക് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിലേ ഈ അൾത്താരയിലേക്കുള്ള മടക്കയാത്ര നടക്കുകയുള്ളൂ. സാധാരണ മനുഷ്യന് തോന്നാൻ ഇടയുള്ള ഒരു ചിന്ത ഇതാണ്, എനിക്ക് ഇനി ഒരു നവീകരണത്തിന്റെ ആവശ്യമില്ല, എനിക്ക് ഒരു ആത്മീയമായ ശാക്തീകരണത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ അത് വേണമെന്നൊരു തോന്നലില്ല. നമുക്ക് ആകെ ഉള്ള ഒരു തോന്നൽ എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ കൂടുതലായി വേണം എന്ന തോന്നൽ നമുക്കുണ്ട്. കൂടുതൽ പണം വേണ്ടേ? വേണം. കുറച്ചുകൂടെ നല്ല ജോലി വേണ്ടേ? വേണം. അല്ലേ? അടുത്ത അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം പഠിച്ചതിലും നന്നായിട്ട് ഈ വർഷം പഠിക്കണ്ടേ? വേണ്ടേ? വേണം. അതൊക്കെ നമുക്ക് കാര്യങ്ങൾ കൂടുതലായി വേണമെന്ന ആഗ്രഹമുണ്ട്. കൂടുതൽ ആരോഗ്യം വേണ്ടേ? വേണം. കൂടുതൽ കുടുംബത്തിൽ സമാധാനം വേണ്ടേ? വേണം. ആത്മീയമായി നിനക്ക് കൂടുതൽ ശക്തി പ്രാപിക്കണമോ? എല്ലാവരും കൂടി ഉറക്കെ പറ, വേണോ? വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തോന്നാത്തത് കൊണ്ടാണ്. ആ ശക്തിവൽക്കരണത്തിന് വേണ്ടിയാണ്, ആ ആത്മീയമായ ശക്തി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അച്ഛൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് കുഞ്ഞുമക്കൾ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആത്മീയമായൊരു ഉണർവോടുകൂടെ പേനയും പുസ്തകമൊക്കെ വെഞ്ചരിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ആ ആത്മീയമായ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ പുസ്തകവും പേനയും മാത്രം വെഞ്ചരിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല. ചിലവർ അങ്ങനെയും ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആരാധന നടക്കുമ്പോൾ, വചന ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെയും എവിടെയും റബ്ബർ തോട്ടത്തിലും പുറത്തൊക്കെ നടന്നിട്ട് പേന വെഞ്ചിരിക്കുന്ന നേരത്ത് ഓടിക്കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, നമുക്കാദ്യം വേണ്ടത് ആത്മീയമായ ഉണർവാണ്, ആത്മീയമായ ശക്തിവൽക്കരണമാണ്. നമുക്ക് ആ ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്നേഹമാണ്. ലവ് ഇൻ ആക്ഷൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് എന്തു ചെയ്തു? പത്രോസ് സുന്ദര കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ജന്മനാ മുടന്തനായ ഒരുവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് പത്രോസ് തന്റെ വലത് കൈ അവന് നീട്ടിക്കൊടുത്തു. അവന്റെ കൈക്ക് പിടിച്ചു, അവനെ എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ അപരനിലേക്ക്, അപരന്റെ ആവശ്യങ്ങളിലേക്ക് സ്നേഹത്തോടെ കൈ നീട്ടിക്കൊടുക്കുന്നവനാക്കി, കൈ നീട്ടിക്കൊടുക്കുന്നവളാക്കി മാറ്റുകയാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ, ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ, എല്ലാം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. ഞാനിനി പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നല്ല ഈശോ പറയുന്നത്.
പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ഞാൻ എൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിൽ. ഈശോ പറഞ്ഞു, നിന്നിൽ അത് ജീവജലത്തിന്റെ ഉറവകൾ ഉണ്ടാക്കും, അരുവികൾ ഉണ്ടാക്കും. ആ അരുവി പുറത്തേക്ക് നദിയായി ഒഴുകുന്ന ഉറവകളാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലവ് ഇൻ ആക്ഷൻ ആണെന്ന് അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാഭിഷേകത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഈ എണ്ണ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത് ആരെയാണ്? നമ്മുടെ ചേട്ടന് ഉത്തരം പറഞ്ഞിട്ട് കുറെ നാളായി. പറയാണ് പുരോഹിതന്മാര്. പിന്നെ അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അഹറോനെ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തു. പിന്നെ ആരാണ് ചേട്ടാ? രാജാക്കന്മാരെ, ദാവീദിനെയും സാവൂളിനെയും സോളമനെയും എല്ലാം എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്യുകയാണ്. പിന്നെ ആരെയാണ്? പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു. ഏലിയ പ്രവാചകൻ എലീഷായെ തനിക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വേറെ ആരുടെയെങ്കിലും നാട്ടുകാരുടെയൊക്കെ തലയിൽ കൊണ്ട് എണ്ണ ഒഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ പഴയ നിയമത്തിലെ അഭിഷേകത്തിന് പരിമിതിയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പുതിയ നിയമത്തിലെ അഭിഷേകം അത് എല്ലാവർക്കുമുള്ളതാണ്, പരിമിതിയില്ലാത്തതാണ്. വിശ്വാസം വഴി എല്ലാവരും രാജകീയ പുരോഹിത ഗണമായി മാറിയിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് കേൾക്കുമ്പോൾ ഇത് അച്ഛന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകർക്കുള്ളതാണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നവർക്കുള്ളതാണ് എന്ന് വിചാരിക്കരുത്. ഈ അഭിഷേകം എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി പഴയ നിയമത്തിലെ ഈ അഭിഷേകത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, കാലാവധി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത് താൽക്കാലികമായിരുന്നു. അഭിഷേകം ഒരു ഉദാഹരണത്തിന് നമ്മൾ വായിക്കുകയാണ് 1 സാമുവൽ 16:14. 1 സാമുവൽ 14:16. അഭിഷേകത്തിന്റെ ചില പരിമിതികൾ പഴയ നിയമത്തിൽ വായിക്കാം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, അവൻ അതറിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? സാവൂൾ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കാതെ ആയപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ ആത്മാവ് അവനെ വിട്ടുപോയി. അവന് കിട്ടിയ അഭിഷേകം താൽക്കാലികമായിരുന്നു. അതുപോലെ 51-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനത്തിൽ, 51-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനം, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. കാരണം ദാവീദിന്റെ ഉള്ളിൽ ഒരു ഹിസ്റ്റോറി, ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ട്. സാവൂള് പാപം ചെയ്തു. പാപം ചെയ്ത സാവൂളിൽ നിന്നെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. ഇപ്പോൾ ഇതാ ദാവീദ് അതിലും വലിയ പാപം ചെയ്തിരിക്കുകയാണ്. ദാവീദിനൊരു പേടി. എന്താണ് ദാവീദിന്റെ പേടി? സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അനുസരണക്കേട് കാണിച്ചപ്പോൾ വിട്ടുപോയതുപോലെ എന്നിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകുമോ? അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് പാപം ചെയ്യുമ്പോൾ നമ്മെ വിട്ടുപോകുന്ന അഭിഷേകമല്ല. അത് ശാശ്വതമാണ്, അത് സ്ഥിരമാണ്. കാരണം ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വചനം പറയുന്നത്: പരിശുദ്ധാത്മാവ് രക്ഷയുടെ അച്ചാരമാണ്, അത് നിന്നെ വിട്ടുപോവുകയില്ല. ഹല്ലേലൂയ. പക്ഷേ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടിയും എടുത്ത് പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ തിരുവചനം വായിക്കാം. എഫേസുസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം: രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. നീ പാപം ചെയ്യുമ്പോഴും നിന്റെ ഉള്ളിൽ വേദനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. നിന്നെ വിട്ടുപോവുകയല്ല, വേദനിച്ചുകൊണ്ട്. അല്ലേ? ചില കുടുംബങ്ങളിൽ മക്കള് പാപം ചെയ്യുമ്പോ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു. മക്കള് മാതാപിതാക്കന്മാരെ വഴക്ക് പറയുന്നു. അല്ലേ? ഇപ്പൊ മാതാപിതാക്കള് മക്കളെ വഴക്ക് പറയുന്ന കാലമില്ല, ഇല്ലേ? മാതാപിതാക്കള് മക്കളെ വഴക്ക് പറഞ്ഞാൽ മക്കള് ഹെൽപ്പ് ലൈൻ വിളിക്കും. വഴക്ക് പറയാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല, അടിക്കാൻ പാടില്ല. പക്ഷേ മക്കൾക്ക് മാതാപിതാക്കളെ വഴക്ക് പറയാം, തല്ലാം, ഇടിക്കാം. മാതാപിതാക്കൾക്ക് വിളിക്കാൻ ഹെൽപ്പ് ലൈൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കണ്ട, വയോജനങ്ങൾക്ക് വേണ്ടി പുതിയ വകുപ്പ് വരുന്നുണ്ട്. ഹല്ലേലൂയ. പേടിക്കണ്ട കേട്ടോ, ഹെൽപ്പ് ലൈൻ നമ്പർ വരും. മക്കൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോ വിളിച്ചാൽ മതി. നമ്പർ അച്ഛൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കൾ ഇതുപോലെ വേദനിപ്പിക്കുന്നത് ചെയ്തിട്ടും മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? അതാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നില്ല. പക്ഷെ വേദനിച്ച് മാതാപിതാക്കൾ വീടിന്റെ ഉള്ളിൽ തന്നെ കഴിയുകയാണ്. നീറി ഉള്ളിൽ തന്നെ കഴിയുകയാണ്. ഒരു മകള് പറഞ്ഞിരിക്കുകയാണ് അമ്മയോട്, അടുക്കളയിൽ കയറിപ്പോകരുത്, കാല് തല്ലി ഓടിക്കും. അതുകൊണ്ട് ആ അമ്മ, പ്രിയപ്പെട്ടവരെ, ബെഡ്റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബെഡ്റൂമിലേക്ക് മകൻ കൊണ്ടുപോയി കൊടുക്കും, അവിടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ എന്നിട്ടും ആ അമ്മ ഇറങ്ങിപ്പോകുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാം. പരിശുദ്ധാത്മാവ് അതിനം പറയാണ്, നിങ്ങളെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മറ്റൊരിടത്ത് പറയുകയാണ്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. 1 തെസ്സലോനിയൻസ് 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നിർവീര്യമാക്കുക എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, വേഷം കെട്ടരുത്, അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, അല്ലെങ്കിൽ വിവരം അറിയരുത്. ആരോടാ പറയുന്നത്? അച്ഛൻ നിങ്ങളോട് പറഞ്ഞല്ല, ഹല്ലേലൂയ, സ്നേഹനോട് പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല.
അതാണ് ഈ നിർവീര്യമാക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്, അതിന് ആ വചനത്തിലേക്ക് പിന്നീട് വരാം. അപ്പോൾ അതാണ് പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് പാപം ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന സാന്നിധ്യമാണെങ്കിൽ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് വിട്ടുപോകാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം മാമോദീസ സ്വീകരിച്ച ഒരാൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്ത് സഭ വിട്ടുപോയി എന്ന് കരുതുക. എനിക്ക് ഈ സഭയും വേണ്ട, ഈ പള്ളിയും വേണ്ട, ഈ അച്ഛനും വേണ്ട എന്ന് പറഞ്ഞ് സഭ വിട്ടുപോയി എന്ന് കരുതുക. എംബറർ ഇമ്മാനുവേലിലേക്ക് പോയി, എംബറർ ഇമ്മാനു അല്ലേ പോയി എന്ന് കരുതുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അച്ഛൻ അറിഞ്ഞൂടാ. പോയി സ്പിരിറ്റ് ഇൻ ജീസസിലേക്ക് പോയി എന്ന് കരുതുക. അവര് അനുദപിച്ച് തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാകും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ സഭ വിട്ടുപോയവരാണ്, നിങ്ങൾ വീണ്ടും മാമോദീസ സ്വീകരിക്കണം എന്ന് സഭ പറയുകയില്ല. കാരണം മാമോദീസായിലൂടെ സ്വീകരിച്ച കൃപ ആത്മാവിൽ അവിടെ തന്നെയുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, അനുദപിച്ച് പാപമേറ്റ് പറഞ്ഞാൽ മതി. വീണ്ടും മാമോദീസ സ്വീകരിക്കണ്ട. ആ മാമോദീസയുടെ അഭിഷേകം നിന്റെ ആത്മാവിൽ നിന്ന് ഒരു എംബറർ ഇമ്മാനുവേലും എടുത്തു കളഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ പോയവർക്ക് തിരിച്ചു വരാൻ ചില ആളുകൾക്ക് ഒരു പ്രയാസം. ഞങ്ങൾ പോയി, ഇനി വീണ്ടും വന്ന് മാമോദീസ സ്വീകരിക്കണോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരിത് കേൾക്കുകയും അവർക്കിതൊരു പ്രചോദനമാവുകയും ചെയ്യട്ടെ. മടങ്ങി വരാൻ സഭാമാതാവ് ക്ഷണിക്കുകയാണ്. അച്ഛനറിയാം, എടൂരുള്ള ചില കുടുംബങ്ങളടക്കം എംബററിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് സാന്ദർഭികമായി പറഞ്ഞതാണ്. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത് എന്നാണ് ചോദ്യം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഇരിപ്പിടമായി ദേവാലയത്തെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അവർ പറഞ്ഞു, ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളീസ്, അതാണ് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇരിപ്പിടം എന്നവർ വിശ്വസിച്ചു. അത് പ്രിയപ്പെട്ടവരെ ഒരു ബാഹ്യമായ അനുഭവമാണ് എന്ന് ദേവാലയം എന്ന് പറയുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പുറത്തു നിന്ന് നമ്മുടെ മുകളിലേക്ക് വരികയല്ല. ഹോളി സ്പിരിറ്റ് കമ്മിങ് അപ്പോൺ ദം അല്ല. അഭിഷേകം ചെയ്തപ്പോൾ, ആ എണ്ണ ഒഴിച്ചപ്പോൾ സാവൂളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ കെയിം അപ്പോൺ ഹിം, ദാവീദിലേക്ക് വന്നിറങ്ങി. പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം സുപരിചിതമായ വചനഭാഗമാണ്. എടുത്തു വായിക്കാം. 1 കൊരിന്ത്യർ 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കേവലം ദേവാലയത്തിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകത്തിൽ 16 പ്രാവശ്യമാണ് ദേവാലയത്തെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ഈ 16 പ്രാവശ്യത്തിൽ 15 പ്രാവശ്യവും, ഒരു പ്രാവശ്യം ഒഴികെ ബാക്കി 15 പ്രാവശ്യവും ദേവാലയമെന്ന് പരാമർശിക്കുന്നത് മനുഷ്യ ശരീരത്തെയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. തിരുസഭയെയാണ്. ആ ദേവാലയം എന്ന് പറയുന്ന ബിൽഡിങ്ങിനെയല്ല, ജെറൂസലേം ദേവാലയം എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനെയല്ല ദേവാലയം എന്ന പദം കൊണ്ട് വെളിപാട് പുസ്തകം അർത്ഥമാക്കുന്നത്. ഈശോ തന്നെ അർത്ഥമാക്കിയത്. ഈശോ പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കുമെന്ന് ഈശോ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി
പഴയ നിയമത്തിൽ അഭിഷേകത്തിന്റെ കാരണമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യിക്കുക എന്നതായിരുന്നു. എന്താണ്? എന്തിനാണ് അവൻ അഭിഷേകം കൊടുക്കുന്നത്? അഹറോൻ അഭിഷേകം കൊടുത്തത് എന്തിനാണ് ചേട്ടാ? പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് അഹറോന് അഭിഷേകം കൊടുത്തത്. ദാവീദിന് അഭിഷേകം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടിയാണ് അഭിഷേകം കൊടുത്തത്. എലീഷായ്ക്ക് അഭിഷേകം കൊടുത്തത് എന്തിനാണ്? പ്രവാചകന്റെ പണി ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അഭിഷേകത്തിന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു ദൗത്യം നിർവഹിക്കുക എന്നതായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ അഭിഷേകത്തിന്റെ ദൗത്യം എന്താണ്? അഭിഷേകത്തിന്റെ ദൗത്യം ഭാഷാവരത്തിൽ പ്രവചിക്കുക എന്നുള്ളതാണോ? രോഗസൗഖ്യം നൽകുക എന്നതാണോ? അല്ല. നിങ്ങൾ പറഞ്ഞു അല്ല. പിശാചുക്കളെ വിവേചിച്ചറിയുക എന്നതാണോ? അല്ല. ഭരിക്കുക എന്നതാണോ? കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണോ? അഭിഷേകത്തിന്റെ ദൗത്യം എന്താണ്? ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളല്ല അഭിഷേകമെന്ന്. ചേട്ടാ, ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുക വളരെ വലിയ ദൈവശാസ്ത്രമായാണത്. പക്ഷെ അച്ഛൻ ഉദ്ദേശിച്ചത് ഉത്തരം അതല്ല. കാര്യം ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുമായി ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ, സൗഹൃദത്തിൽ, ഐക്യത്തിൽ ജീവിക്കുക എന്നതാണ്. ഈശോയെ പോലെ ജീവിക്കുക, ഈശോയുമായി ബന്ധത്തിൽ ജീവിക്കുക എന്നതാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ആ അഭിഷേകവും ഉപയോഗിച്ച് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുക, എന്തെങ്കിലും ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളതല്ല അതിന്റെ പ്രൈമറി ഫോക്കസ്. ഈശോയെ പോലെ ജീവിക്കുക, ഈശോയുമായി സൗഹൃദത്തിലായിരിക്കുക, ബന്ധത്തിലായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ചിന്തയുമായിട്ടാണ് അമ്മ ത്രേസ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈശോയുമായി ബന്ധത്തിൽ ജീവിക്കുക എന്നതാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ പരിശുദ്ധാത്മാ അഭിഷേകമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബന്ധത്തിൽ, സൗഹൃദത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അതിനപ്പുറം ഈശോയുടെ സ്നേഹം വേണ്ടതുപോലെ ആസ്വദിക്കാൻ കഴിയുകയില്ല. ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ പറഞ്ഞ മന്ത്രം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഞാൻ ആസ്വദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഒരു ഉന്നതമായ തലം, അമ്മ ത്രേസ്യ പറയുന്ന ഒരു തലമുണ്ട്. നമ്മൾ അതിലേക്ക് വരികയാണ്. ആ തലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കുഞ്ഞ്, ചില കുഞ്ഞുങ്ങള് നമ്മൾ ഉമ്മ ചോദിച്ചാൽ എന്ത് ചെയ്യും? തരികയല്ല, തല മാറ്റിക്കളയും. ഇനി നമ്മ അങ്ങോട്ട് ഉമ്മ കൊടുക്കാന്ന് വിചാരിച്ചാലോ അതിനും നിന്ന് തരികയല്ല. ഒന്ന് എടുക്കാന്ന് വിചാരിച്ചാലോ നിന്ന് തരികയില്ല. അല്ലേ? അങ്ങനത്തെ കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉമ്മ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചാലും വേണ്ട, ഇങ്ങോട്ട് ചോദിച്ചാലും തരികയില്ല. എടുക്കാന്ന് വിചാരിച്ച, ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ച സമ്മതിക്കില്ല. അതായത് മറ്റുള്ളവരുടെ വാത്സല്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ലാത്തൊരു കുഞ്ഞിനെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക. ഓക്കെ, ധ്യാനിച്ചോ? ശരിക്കും ധ്യാനിച്ചോ? ഇപ്പൊ നമ്മൾ ഉമ്മ കൊടുക്കാൻ ചെന്നിട്ട് ആ കുഞ്ഞ് തല തിരിച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയും? ചമ്മിപ്പോയി എന്ന് പറയും. ഹല്ലേലൂയ. ഉദാഹരണം ക്ലിയർ ആണോ? യെസ്, മതി, തിരിച്ചു പോവാം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ
പരിശുദ്ധാത്മാവിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. നമ്മെ സ്നേഹിക്കാൻ പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളാണ്. ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാള്. ഉള്ളിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് എന്തിനാണ്? വേറെ സ്ഥലമൊന്നും കിട്ടാത്തത് കൊണ്ടാണോ? വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം ഉള്ളിൽ വസിക്കുകയാണ്. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ആ സ്നേഹത്തിന് പിടികൊടുക്കുന്നില്ല. നമ്മൾ ആ സ്നേഹത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ദൈവം ഉമ്മ തരാൻ പോകുമ്പോൾ മുഖം തിരിച്ചു കളയുന്ന കുഞ്ഞിനെ പോലെയാണ് ഞാനെന്ന് ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. മുതിർന്നു കഴിയുമ്പോ കൊച്ചുങ്ങൾക്ക് അമ്മയുടെ വാത്സല്യം വേണ്ട, അമ്മയുടെ കരുതല് വേണ്ട, മോനെ എന്നുള്ള വിളി വേണ്ട. അവർക്ക് ഡൈനിങ് ടേബിൾ വന്നിരിക്കുമ്പോൾ പാത്രം നിറയെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള മക്കളെ? ഉണ്ടോ? ഉണ്ട്. നമ്മൾ എങ്ങനെയാണ്? സ്നേഹമൊന്നും വേണ്ട, തരാനുള്ളത് തന്നാ മതി. എനിക്കുള്ളത് ഗൂഗിൾ പേ ചെയ്താൽ മതി. അധികം സ്നേഹിക്കാനൊന്നും വരണ്ട എന്ന് പറയുന്ന മക്കളെ പോലെ നമ്മൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം വേണം, ബന്ധമൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അമ്മ ത്രേസ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യാൻ ഉറങ്ങിപ്പോകുന്ന ഇതിനെയാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്ന അഭിഷേകം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഈ അഭിഷേകത്തിന്റെ വിളക്കുണ്ട്. ആ വിളക്ക് കത്തുന്നില്ല, ഉറങ്ങിപ്പോയ അഭിഷേകം. ദ ഡോർമെന്റഡ് അനോയിന്റിങ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഡോർമെന്റഡ് അനോയിന്റിങ്, ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി അമ്മ ത്രേസ്യ പറയും, എൻറ്റർ ദ കാസിൽ. ആഭ്യന്തര ഹർമ്മത്തിലേക്ക് പ്രവേശിക്കുക. അഭിഷേകത്തെ ഉണർത്താനുള്ള ഒന്നാമത്തെ പടവാണ് നീ ആ ആഭ്യന്തര ഹർമ്മത്തിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ല വീട് പണിതിട്ട് വീടിനകത്ത് കയറാതെ പുറത്ത് വരാന്തയിൽ കിടന്നുറങ്ങുന്ന ചില ആളുകളുണ്ടെന്ന്. അമ്മ ത്രേസ്യ പറയും, വീടിന്റെ പുറത്ത് താമസിക്കല്ലേ, അകത്ത് കയറ്. എങ്ങനെയാണ് അകത്ത് കയറേണ്ടത്? പ്രാർത്ഥനയും, പ്രേയർ ആൻഡ് മെഡിറ്റേഷൻ. പ്രാർത്ഥനയാണ് അകത്ത് കയറാനുള്ള താക്കോൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. എപ്രകാരമാണ് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാ അഭിഷേകം ഉണർത്തുന്നതിന് വേണ്ടി ഒരുങ്ങിയതെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നവരുടെ ഉള്ളിലേക്കാണ് അഭിഷേകത്തിന്റെ തീ കടന്നു വന്നത്. യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നവരുടെ ഉള്ളിലേക്കല്ല, അല്ലെങ്കിൽ സീരിയല് കണ്ടുകൊണ്ടിരുന്നവരുടെ ഉള്ളിലേക്കല്ല, ഉപ്പും മുളകും തേച്ചുകൊണ്ടിരുന്നവരുടെ. ഹല്ലേലൂയ. ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളിലേക്കല്ല. ആരിലേക്കാണ് അഭിഷേകം? പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നവരിലേക്കാണ്. ഹല്ലേലൂയ. വീടിന്റെ പുറത്ത് ലോകത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുടെ അഭിഷേകം ഉറങ്ങിപ്പോകും, ഉള്ളത് കെട്ടുപോകും, ഉപ്പ് ഉറകെട്ടുപോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ത്രേസ്യ പറഞ്ഞു, നീ ഉണർവോടുകൂടെ ഇരിക്കുക. നീ ആരാണ്? ദൈവമാരാണ്? നീ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു ആത്മബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ബോധത്തോടു കൂടെ പ്രാർത്ഥിക്കണം?
ഒരു ബോധവും ഇല്ലാതെ പ്രാർത്ഥിക്കരുത്. ബോധമുണ്ടാകണം. എന്തിനെക്കുറിച്ച്? ഞാൻ ആരാണ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന ബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുക. രണ്ടാമതായി അമ്മ ത്രേസ്യ പറഞ്ഞു, സൗഹൃദത്തിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഒന്നാമതായി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മബോധത്തിന്റെ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, ആത്മാവ് ഉണരും. 2, സൗഹൃദത്തോടുകൂടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:27 എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 2:27. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അത്രയും മതി. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ പറയാണ്, നിങ്ങളെ ഇനി പുറത്തുനിന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങൾ അവനിൽ വസിക്കുവിൻ, നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിക്കുന്ന അനുഭവമാകണമെന്ന്, നിന്റെ പ്രാർത്ഥന ബന്ധത്തിന്റെ പ്രാർത്ഥനയാകണമെന്ന്, പ്രാർത്ഥന ഒരു സൗഹൃദ സംഭാഷണമാകണമെന്ന് അമ്മ ത്രേസ്യ ഓർമ്മിപ്പിക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അതായത് നിന്റെ ഉള്ളിലുള്ള അഭിഷേകം ഉണരണമെങ്കിൽ നിന്റെ പ്രാർത്ഥന സൗഹൃദ സംഭാഷണമാകണം. സൗഹൃദ സംഭാഷണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് കുറെ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? സൗഹൃദ സംഭാഷണത്തിന്റെ പ്രത്യേകത എപ്പോഴും അവിടെ സ്നേഹമാണ് പ്രധാനം. നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ് ചോദ്യം? നിനക്ക് എന്താണ്? ശരിക്കും ഉള്ള നല്ല സൗഹൃദത്തിലൊക്കെ, വളരുന്ന സൗഹൃദത്തിലൊക്കെ ഉള്ളൊരു ചോദ്യമാണിത്. നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇതിലൂടെ അപരനെ നയിക്കുന്നതല്ല, എൻ്റെ സുഹൃത്തിന്റെ വഴി, സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്നതാണ് നല്ല സൗഹൃദത്തിലെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടി അതാണ്. ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഏതാണ്? ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. ബർത്തമേയുസിനോട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. എന്താണ് ഈശോ ബർത്തമേയുസിനോട് ചോദിച്ചത്? വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഈശോയെ ചോദിക്ക്, ഞാൻ പറയാം. ചോദിച്ചില്ലേലും ഞാൻ പറയാം. എന്താണ് നമ്മൾ പറയാൻ വേണ്ടി? എന്ത് പറയാനാണ് നമ്മൾ വന്നത്? ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം, അല്ലേ? നല്ല സൗഹൃദം എന്താണ്? ഈശോയെ, ഞാൻ ഈ വണ്ടിക്കാശൊക്കെ മുടക്കി ഇവിടെ വന്നത് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അടുത്ത ആഴ്ച നിങ്ങൾ വരുമാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയുകയാണ്, ദൈവവും നീയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ശാന്തമായ ആ സ്പേസിലേക്ക് ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് പെയ്തിറങ്ങുമെന്ന്. ദൈവവും നീയും തമ്മിൽ ഇങ്ങനെ ഒരു ശാന്തതയിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിഷേകം ഇറങ്ങുന്നതിന് നമ്മൾ എപ്പോഴും കൈയടിച്ച് തുള്ളിച്ചാടി അഗ്നി ഇറങ്ങണമേ, അഭിഷേകം ചെയ്യണമേ, കത്തിപ്പെടണമേ എന്ന് പറയേണ്ടതില്ലെന്ന്. അത് ഒരു പ്രാഥമിക ഒരുക്കം മാത്രമാണെന്ന്,
ആ പ്രാഥമിക ഒരുക്കം നമ്മെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഈ ലോകത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടെ സമാധാനത്തിൽ ഈശോ മതി എന്ന് പറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാരംഭഘട്ടമാണ്. നമ്മൾ തുള്ളിച്ചാടുന്നു, കൈയടിക്കുന്നു, കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു. അതിനുശേഷം അതിന്റെ അടുത്ത തലം എന്ന് പറയുന്നത് ശാന്തതയിൽ ഈശോയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നതാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ആ ശാന്തതയിലുള്ള സംഭാഷണത്തിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായി ഉണരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കത്തിപ്പെടണമേ കത്തിപ്പെടണമേ എന്ന് പറഞ്ഞ് തളർന്ന് വീണു, ആ പരിശുദ്ധാത്മാവ് വന്നു, കൈയടിച്ച് തളർന്ന് വീണതാണത്. ഹല്ലേലൂയ. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്ന് കത്തിപ്പടർന്നിട്ട് വീണതല്ല. കിട്ടുന്നുണ്ടോ? അപ്പോ അത് ആ പ്രാരംഭ ഘട്ടത്തിന് ശേഷം നമുക്ക് കുറച്ചു നേരം എന്ത് ചെയ്യാൻ പറ്റണം? സമാധാനത്തില് ഈശോയും ഞാനും, ഈശോയും ഞാനും. അപ്പൊ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ലാഭം, ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. നമ്മൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെയാണ് വീടുകളിൽ കഴിയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ പല ബുദ്ധിമുട്ടുകളും പലതൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് പല ഭാരങ്ങളും ഒക്കെ ആയിട്ടുമാണ് വന്നത്. നമ്മൾ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ തുള്ളിച്ചാടി പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് നൃത്തം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളൊക്കെ കർത്താവ് എൻ്റെ ആനന്ദമായി മാറി. ഇനി ആ ആനന്ദമായി മാറിയ കർത്താവിനെ ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. ഹല്ലേലൂയ. ചില ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, കഴിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല. ചില ആളുകളുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും, നല്ല ടേസ്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് മറ്റുള്ളവർ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കും, പക്ഷെ അവര് കഴിക്കുകയില്ല. ഹല്ലേലൂയ. അത് ഇപ്പോൾ ഞങ്ങൾക്കൊരു മിണ്ടാമടമുണ്ട്, എരമല്ലൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിണ്ടാമടത്തിലെ സിസ്റ്റേഴ്സ് വളരെ ഇവിടെ തിരുവല്ലയിൽ, കോട്ടയത്ത്, കോളയാടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മിണ്ടാമടത്തിലെ സിസ്റ്റേഴ്സ് ഞങ്ങൾ അച്ഛന്മാരൊക്കെ ചെല്ലുമ്പോൾ വളരെ നല്ല മാംസമൊക്കെ, നല്ല ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കച്ചവടം ഉണ്ടാവും. ഭയങ്കര രുചിയായിരിക്കും. പക്ഷെ ഇവരത് ഉപ്പ് പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ഉദാഹരണം മനസ്സിലായല്ലോ. ഇനി അവിടെ തന്നെ നിൽക്കണ്ട, തിരിച്ചു പോവാ. നമ്മള് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഈ ദൈവാത്മാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന്, അല്ലെങ്കിൽ വചനം കേൾക്കുന്നതിന് ഒരുക്കമുള്ള ഒരു ആത്മാവായി മാറുകയാണ്. അതായത് ഭക്ഷണം പാചകം ചെയ്തതുപോലെയാണ്. അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? അത് ആസ്വദിക്കുക എന്നതാണ്. അഭിഷേകം ആ ബന്ധത്തെ ആസ്വദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 മുതൽ അച്ഛൻ നിങ്ങളോട് ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ 5 ഇന്റീരിയർ കാസിൽ വരെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. പക്ഷെ 7 എണ്ണത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 ഹർമ്മ്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്, നമ്മൾ സ്തുതിക്കുകയാണ്, നമ്മൾ ആരാധിക്കുകയാണ്. പക്ഷെ 4-ാമത്തെ ഹർമ്മ്യം മുതൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ ഉറവ പോലെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. നമ്മൾ സ്നേഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അതുകൊണ്ട് വചനം പറയും, നിന്റെ മനസ്സ് പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകട്ടെ. എന്താണ്? മനസ്സ് പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകട്ടെ. സാച്ചുറേറ്റഡ് ബൈ ഹോളി സ്പിരിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. എഫേസുസ് 5:18 വായിക്കാം. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, അയാൾ മദ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എവിടെ മുങ്ങിക്കിടക്കാണ്?
മദ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മദ്യം അയാളെ ഇങ്ങനെ മൊത്തത്തിൽ നനച്ചു കിടത്തിയിരിക്കുകയാണ്. ആത്മാവ് പറയാണ്, വചനം പറയുകയാണ്, നിങ്ങൾ മുങ്ങിക്കിടക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി അമ്മത്രേസ്യ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളിൽ നിറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ബ്രേക്ക് ദി അറ്റാച്ച്മെന്റ്സ് ടു ദ വേൾഡ്. ഈ ലോകവുമായിട്ടുള്ള കുറേയേറെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് നീ നിന്റെ മനസ്സിനെ മുക്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം അമ്മ ത്രേസ്യ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വെനി ക്രയാത്തോർ സ്പിരിത്തൂസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പാട്ട് അമ്മ ത്രേസ്യ ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണ്ണ ചിറകുകളുള്ള, അല്ലെങ്കിൽ വലിയ ചിറകുകളുടെ അറ്റത്ത് പവിഴമുത്തുകളുള്ള ഒരു പ്രാവ് ചിറകടിച്ച് അവളുടെ അടുത്ത് വരുന്ന ഒരു ദർശനം അമ്മ ത്രേസ്യക്കുണ്ടായി. ഈ എന്ത് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ്? പരിശുദ്ധാത്മാവേ വരണമേ, കം ക്രിയേറ്റർ സ്പിരിറ്റ് എന്ന് പറയുന്ന, എല്ലാം സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവേ, സൃഷ്ടാവായ ആത്മാവേ വരണമേ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടാണത്. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഈശോയുടെ ഒരു ശബ്ദവും കേൾക്കുകയാണ്. അതിനുശേഷം, നോ ലോങ്ങർ ഡു ഐ വാണ്ട് യു ടു കൺവേഴ്സ് വിത്ത് മെൻ ബട്ട് വിത്ത് ഏഞ്ചൽസ്. അമ്മ ത്രേസ്യയോട് ഈശോ പറയുകയാണ്, ഇനി മുതൽ നീ മനുഷ്യരുമായിട്ടല്ല മാലാഖമാരുമായിട്ടാണ് സംവദിക്കേണ്ടത് എന്ന്. കൈയടിച്ച് നന്ദി പറയാം. അതായത് ഉള്ളിലുള്ള പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടുതൽ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ഈ ലോകവുമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഒത്തിരിയേറെ കെട്ടുപാടുകള് നമ്മൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുപാടുകളിലും കൊണ്ടുപോയി നമ്മൾ തലവെക്കുകയും എന്നിട്ട് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ അടുക്കളയിൽ പണി അച്ഛൻ വന്നെടുക്കോ? ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങള് ആര് ചെയ്യും? തുണി അലക്കാൻ, റബ്ബർ വെട്ടാൻ അച്ഛൻ പോവോ? പറയും. അല്ല, അച്ഛനല്ലേ ഇത് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ജോലികളെല്ലാം ചെയ്യുമ്പോഴും അപ്പൊ കുടുംബജീവിതത്തിന്റെ ദൗത്യങ്ങൾ ആര് ചെയ്യും? കുടുംബജീവിതത്തിന്റെ ദൗത്യങ്ങളെ അമ്മ ത്രേസ്യ ലോകവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്നല്ല വിളിക്കുന്നത്. അത് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ പ്രവർത്തനമാണ്. നമ്മൾ കുടുംബത്തിൽ മക്കളെ നോക്കുന്നു, മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നു, ജീവിത ബന്ധത്തിൽ ജീവിക്കുന്നു. അതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഫലമായി ദൈവ സാന്നിധ്യത്തിൽ ചെയ്യണമെന്നാണ് ഇവിടെ അമ്മ ത്രേസ്യ ഉദ്ദേശിക്കുന്നത്. അതാണ് കുടുംബജീവിതവും നയിക്കുന്നവരുമായി ഈ ഭാഗത്തെ ബന്ധപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇനി സന്യാസ ജീവിതം നയിക്കുന്നവർക്കും പൗരോഹിത്യ ജീവിതം നയിക്കുന്നവർക്കും അമ്മ ത്രേസ്യ ഉദ്ദേശിക്കുന്നത് വേറൊരു തലത്തിലാണെന്ന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം, ദൈവമേ എല്ലാ കാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് കൃപ തരണമേ. അമ്മ ത്രേസ്യ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ഹൃദയം ഈ ലോകത്തിന്റെ അംഗീകാരങ്ങൾ, സമ്പത്ത്, സുഖങ്ങൾ, ആഘോഷങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞു നിന്നാൽ അഭിഷേകത്തിന്റെ തൈലമൊഴുകാൻ സ്ഥലമുണ്ടാവുകയില്ല. അഭിഷേകത്തിന്റെ തൈലമൊഴുകാൻ സ്ഥലം വേണ്ടേ? വേണോ? വേണം. പക്ഷേ സ്ഥലമില്ല. കാരണം എന്താണ്? ഹൃദയം ലോകത്തിന്റെ അംഗീകാരം, ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ ആഘോഷങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ,
സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടികളോട് അച്ഛൻ പറയാം, ഈ ലോകത്തിലുള്ള ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ, വീഡിയോ ഗെയിം, അത് ഇത് ഒക്കെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറച്ചാൽ ടീച്ചർ പറയുന്നത് വല്ലതും തലേ കയറോ? സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ വീഡിയോ ഗെയിം കളിച്ച് പോകുന്ന കൊച്ച് സ്കൂളിൽ ചെന്ന് ടീച്ചർ പറഞ്ഞ വല്ലതും തലേ കയറോ? കയറൂല. കയറോടാ? ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഒരു ക്ലീനിങ്ങിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. വായിച്ചേ. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും യോഗ്യവുമായ വിശുദ്ധ പാത്രമായിരിക്കും. കൈയടിച്ച് നന്ദി പറയാം. വലതുകരമുയർത്തി വീശിക്കൊണ്ടേറ്റു പറയാം. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ്യപ്രദവുമായ വിശുദ്ധപാത്രമായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായി 5-ാമതായി അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമാണ് അഭിഷേകം നിന്നിലുണ്ടാകണമെങ്കിൽ. ഈ 4-ാമത്തെ കാര്യത്തിന് ഒരു ഉദാഹരണം അച്ഛന് മനസ്സിലേക്ക് വരികയാണ്. 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ടീച്ചർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നും ഏത് ക്ലാസ്സിലും. അച്ഛൻ ചോദിച്ചു, നിനക്ക് ഏതാണ് ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നും ഇല്ല അച്ഛോ, എല്ലാം ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ചെറിയൊരു അഫയർ, ഒരു ക്രഷുണ്ട്. എന്തുണ്ട്? മഞ്ചല്ല, ക്രഷ്. ഹല്ലേലൂയ. കിറ്റ്കാറ്റ് അല്ല മോനെ, ക്രഷ്. അപ്പോ അതുകൊണ്ട് ഇവന്റെ ഉള്ളില് ഓരോ ടീച്ചർ വരുമ്പോഴൊക്കെ ഇവന്റെ ഉള്ളില് ഇവൻ നോക്കുന്നത് ടീച്ചറെ അല്ല, അവന്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. അച്ഛൻ ചെറിയ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അവന്റെ ഹൃദയം ഈ പഠനത്തിന് പുറത്ത് വേറെ ചില കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം മനസ്സിലായല്ലോ? മടങ്ങി വരിക. നമുക്ക് ഈ അഭിഷേകത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലുമാണ്. അമ്മ ത്രേസ്യ അതാണ് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ അഭിഷേകം ഉണർത്തണമെങ്കിൽ ഈ ലോകത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിലുള്ള ഇൻവോൾവ്മെന്റുകളിൽ നിന്ന് പുറത്തു കിടക്കുക. 5-ാമതായി അവസാനമായി അമ്മ ത്രേസ്യ പറയുകയാണ്, എളിമയിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണരണമെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, 4:6 എടുത്തു വായിക്കാം. യാക്കോബ് 4:6. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഭിഷേകം ഉണരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? എളിമയുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം എളിമയുണ്ടോ അത്രമാത്രം അഭിഷേകം ഒഴുകും. ഹല്ലേലൂയ.